ഹലോ എവരി വൺ. ഇന്ന് ഏപ്രിൽ 24 ഇന്നത്തെ കറണ്ട് അഫയേഴ്സാണ് ഞാൻ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഇന്നലെ വരെ ഉണ്ടായിരുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ്, ഇന്നലത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ് ഇതിൽ പറയുക. സോ നമുക്ക് ഫസ്റ്റ് ന്യൂസ് എന്താണെന്ന് നോക്കാം. വേൾഡ് ബുക്ക് ആൻഡ് കോപ്പിറൈറ്റ് ഡേ 23rd ഏപ്രിൽ. അപ്പോൾ 23rd ഏപ്രിലാണ് വേൾഡ് ബുക്ക് ആൻഡ് കോപ്പിറൈറ്റ് ഡേ ഒബ്സർവ് ചെയ്യുന്നത്. ഈച്ച് ഇയർ UNESCO and the international organizations representing the three major sectors of the book industry, publishers, booksellers and libraries, select the world book capital for 1 year period. 1 year period വേൾഡ് ബുക്ക് ക്യാപിറ്റൽ സെലക്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇഫക്റ്റീവ് 23rd ഏപ്രിൽ ഈച്ച് ഇയർ. ഏപ്രിൽ 23-നാണത് സെലക്ട് ചെയ്യുക. അപ്പോൾ യുനെസ്കോസ് ജനറൽ കോൺഫറൻസ് ഹെൽഡ് ഇൻ പാരീസ് ഇൻ 1995 ഡെസിഗ്നേറ്റഡ് 23rd ഏപ്രിൽ ആസ് ദ വേൾഡ് ബുക്ക് ആൻഡ് കോപ്പിറൈറ്റ്സ് ഡേ. അപ്പോൾ വേൾഡ് ബുക്ക് ആൻഡ് കോപ്പിറൈറ്റ് ഡേ ആയിട്ട് 23rd ഏപ്രിൽ സെലക്ട് ചെയ്തത് പാരീസിൽ വെച്ച് നടന്ന ജനറൽ കോൺഫറൻസ്, യുനെസ്കോയുടെ ജനറൽ കോൺഫറൻസിലാണ്. 1995-ലാണത് സെലക്ട് ചെയ്തത്. ഈ വർഷത്തെ ബുക്ക് ക്യാപിറ്റൽ ബിലിസി, ജോർജിയയിലെ ബിലിസി എന്ന് പറയുന്നിട്ടുള്ള സ്ഥലത്താണ് ഈ വർഷത്തെ വേൾഡ് ബുക്ക് ക്യാപിറ്റലായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത ന്യൂസ്, ബോവാവോ ഫോറം ഫോർ ഏഷ്യ ആനുവൽ കോൺഫറൻസ് 2021 ഹെൽഡ്. അപ്പോൾ ബോവാവോ ഫോറം ഫോർ ഏഷ്യ ആനുവൽ കോൺഫറൻസ് 2021 ഹെൽഡ്, അത് എന്താണെന്ന് നമുക്ക് നോക്കാം. ദ ഓപ്പണിംഗ് സെറമണി ഓഫ് ബോവാവോ ഫോറം ഫോർ ഏഷ്യ ആനുവൽ കോൺഫറൻസ് 2021 വാസ് ഹെൽഡ് ഇൻ ബോവാവോ, സൗത്ത് ചൈനാസ് ഹൈനാൻ പ്രൊവിൻസ്. അപ്പോൾ ഓപ്പണിംഗ് സെറമണി, ബോവാവോ ഫോറത്തിൻ്റെ ഓപ്പണിംഗ് സെറമണി ഫോർ ഏഷ്യ ആനുവൽ കോൺഫറൻസ് 2021 നടന്നത് സൗത്ത് ചൈനയിലത്തെ ഹൈനാൻ പ്രൊവിൻസിലത്തെ ബോവാവോ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഈ കോൺഫറൻസിൻ്റെ തീം എന്ന് പറയുന്നത് എ വേൾഡ് ഇൻ ചേഞ്ച്, ജോയിൻ ഹാൻഡ്സ് ടു സ്ട്രെങ്തൻ ഗ്ലോബൽ ഗവർണൻസ് ആൻഡ് അഡ്വാൻസ് ബെൽറ്റ് ആൻഡ് റോഡ് കോപ്പറേഷൻ. ദിസ് ഇയർ മാർക്ക്ഡ് 20th ആനിവേഴ്സറി ഓഫ് ബോവാവോ ഫോറം. അപ്പോൾ ബോവാവോ ഫോറത്തിൻ്റെ 20ാമത്തെ ആനിവേഴ്സറി ആയി ഈ വർഷം മാർക്ക് ചെയ്തു ഈ നടന്നത്. അപ്പോൾ ചൈനയിലത്തെ ബോവാവോ എന്ന് പറയുന്ന സ്ഥലം എന്ന് പറഞ്ഞു. അപ്പോൾ ചൈനയുടെ കുറച്ച് ഫാക്ട്സ് നമുക്ക് അറിഞ്ഞിരിക്കാം. അപ്പോൾ ചൈനയുടെ ക്യാപിറ്റലാണ് ബീജിംഗ്, കറൻസിയാണ് റെൻമിൻബി, യുവാൻ. 2 കറൻസി ഉണ്ട്, റെൻമിൻബി ഉണ്ട്, യുവാനും ഉണ്ട്. ചൈനയുടെ പ്രസിഡന്റാണ് സി ജിൻപിങ്. അടുത്ത ന്യൂസ്, വേദാന്ത ലിമിറ്റഡ് ലോഞ്ചസ് വേദാന്ത സാത്തി പ്രോഗ്രാം ടു സപ്പോർട്ട് MSMEs വിത്ത് സോഴ്സിംഗ് ഫിനാൻസസ് റോ മെറ്റീരിയൽസ്. അപ്പോൾ വേദാന്ത സാത്തി പ്രോഗ്രാം ലോഞ്ച് ചെയ്തു. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ MSME സപ്പോർട്ട് ചെയ്യാനും അതേപോലെ സോഴ്സിങ് ഫിനാൻസ് സോഴ്സ് ചെയ്യാൻ, റോ മെറ്റീരിയൽസിന് വേണ്ടിയിട്ട് ഫിനാൻസ് സോഴ്സ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ അനിൽ അഗർവാൾ ലെഡ് വേദാന്ത ലിമിറ്റഡ് ഹാസ് ലോഞ്ച്ഡ് ദ വേദാന്ത സാത്തി പ്രോഗ്രാം ത്രൂ വിച്ച് ദ കമ്പനി വിൽ ബി ക്രിയേറ്റിംഗ് ഇൻഡസ്ട്രിയൽ പാർക്സ് ആൻഡ് ക്ലസ്റ്റേഴ്സ്. അപ്പോൾ ഇതൊക്കെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് ചെയ്യുക. Parks and clusters for micro, small and medium enterprises in metals, mining and oil and gas space to aid with sourcing finances, raw materials and provide research and development facilities. നിതിൻ ഗഡ്കരി, ദ മിനിസ്റ്റർ ഓഫ് MSME, ലോഞ്ച്ഡ് ദ പ്രോഗ്രാം. അപ്പോൾ ഈ പ്രോഗ്രാം ലോഞ്ച് ചെയ്തത് MSME മിനിസ്റ്ററായ നിതിൻ ഗഡ്കരിയാണ്. നിതിൻ ഗഡ്കരി MSMEയുടെ മാത്രം മിനിസ്റ്റർ അല്ല, റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസിൻ്റെ കൂടി മിനിസ്റ്ററാണ് നിതിൻ ഗഡ്കരി. അടുത്ത ന്യൂസിലേക്ക് കിടക്കാം. നാസാസ് പെർസെവറൻസ് മാർസ് റോവർ എക്സ്ട്രാക്ട്സ് ഫസ്റ്റ് ഓക്സിജൻ ഫ്രം റെഡ് പ്ലാനറ്റ്. അപ്പോൾ മാർസിൽ പെർസെവറൻസ് റോവർ ഫസ്റ്റ് ഓക്സിജൻ എക്സ്ട്രാക്ട് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓക്സിജൻ്റെ അംശം കണ്ടെത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അക്കോർഡിംഗ് ടു നാസ, എ ടോസ്റ്റർ സൈസ് എക്സ്പെരിമെൻ്റൽ ഇൻസ്ട്രുമെൻറ്റ് അബോർഡ് പെർസെവറൻസ് കോൾഡ് ദ മാർസ് ഓക്സിജൻ ഇൻ സിറ്റു റിസോഴ്സ് യൂട്ടിലൈസേഷൻ എക്സ്പെരിമെൻറ്റ് അക്കംപ്ലിഷ്ഡ് ദ ടാസ്ക്. അപ്പോൾ മാർസ് അറ്റ്മോസ്ഫിയർ ഇസ് 96%. മാർസിൻ്റെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് 96% കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. മോക്സി, അതായത് ഈ പറഞ്ഞ മാർസ് ഓക്സിജൻ ഇൻ സിറ്റു റിസോഴ്സ് യൂട്ടിലൈസേഷൻ എക്സ്പെരിമെൻറ്റ് വർക്ക്സ് ബൈ സെപ്പറേറ്റിംഗ് ഓക്സിജൻ ആറ്റംസ് ഫ്രം കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾസ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾസ് നിന്ന് ഓക്സിജൻ ആറ്റത്തിനെ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ഈ മോക്സിയുടെ വർക്ക്. അപ്പോൾ വിച്ച് ആർ മെയ്ഡ് അപ്പ് ഓഫ് കാർബൺ ആറ്റം ആൻഡ് 2 ഓക്സിജൻ ആറ്റംസ്. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് ഒരു കാർബൺ ആറ്റവും അതേപോലെ 2 ഓക്സിജൻ ആറ്റവും ആയിട്ടാണ് അതിലുള്ളത്. അപ്പോൾ നാഷണൽ എയറോനോട്ടിക്സ്, നാസയുടെ പെർസെവറൻസ് മാർസ് റോവറാണത് കണ്ടെത്തിയത്. അപ്പോൾ നാസയുടെ കുറച്ച് ഫാക്ട്സ് നമുക്ക് നോക്കാം. GK,
സ്റ്റാറ്റിക് ജി കെ. നാസ എന്ന് വെച്ചാൽ നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ ആണ്. അത് ഫൗണ്ട് ചെയ്തത് 1 ഒക്ടോബർ 1958 അതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് ഡ്വൈറ്റ് ഡി എയ്സൻഹോവർ ആണ്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വാഷിങ്ടൺ DC യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ്. അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ സ്റ്റീവ് ജുർസൈക്ക് ആണ്. അടുത്ത ന്യൂസ്, ഓല ഇലക്ട്രിക് അനൗൺസസ് വേൾഡ്സ് ലാർജസ്റ്റ് 2-വീലർ ചാർജിംഗ് നെറ്റ്വർക്ക് അക്രോസ് 400 cities 1 lakh points. അപ്പോൾ 400 സിറ്റികളിലായിട്ട് 1 lakh points ചാർജിങ് സ്റ്റേഷൻ സെറ്റ് ചെയ്യാനാണ്. 2-വീലേഴ്സിന് വേണ്ടിയിട്ടുള്ള ചാർജിങ് സ്റ്റേഷൻ സെറ്റ് ചെയ്യാൻ ഓല ഇലക്ട്രിക് അനൗൺസ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓല വിൽ ഇൻവെസ്റ്റ് അറൌണ്ട് $2 billion ഇൻ ദ നെക്സ്റ്റ് 5 years. അടുത്ത 5 കൊല്ലങ്ങളായിട്ട് $2 billion ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഹൈപ്പർ ചാർജ് നെറ്റ്വർക്ക് അക്കംപ്ലിഷിംഗ് ഹൈ സ്പീഡ് 1 lakh ചാർജിംഗ് പോയിന്റ്സ് ഇൻ 400 cities. അപ്പോൾ ഹൈ സ്പീഡ് ചാർജിംഗ് സ്റ്റേഷൻസ് 400 സിറ്റികളിലായിട്ട് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഈ $2 billion ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ദ ഹൈപ്പർ ചാർജർ നെറ്റ്വർക്ക് വിൽ ഓഫർ എ കോംപ്രഹെൻസീവ് സെറ്റ് ഓഫ് ചാർജിംഗ് ഓപ്ഷൻസ് ടു ഓലാസ് ഇലക്ട്രോണിക് വെഹിക്കിൾ കസ്റ്റമേഴ്സ് വിച്ച് ഇൻക്ലൂഡ് ഹൈ സ്പീഡ് ഓല ഹൈപ്പർ ചാർജേഴ്സ് ആൻഡ് ഹോം ചാർജേഴ്സ്. അപ്പോൾ ഓലയുടെ കുറച്ച് ഫാക്ട്സ് നോക്കാം. ഓല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫൗണ്ടേഷൻ 3 December 2010 അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ബാംഗ്ലൂരിലാണ്. അതിൻ്റെ ഓല CEO ഭവീഷ് അഗർവാലാണ്. അടുത്തത്, ആസാമിൽ 2 rhinos translocated from Pobitora Wildlife Sanctuary. 2 റൈനോസ് പോബിത്തോറ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ നിന്ന് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്തതിനെ മാനസ് നാഷണൽ പാർക്കിൽ റിലീസ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വിത്ത് ദ റിലീസ് ഓഫ് ദീസ് 2 rhinos, എ ടോട്ടൽ ഓഫ് 22 rhinos ഹാവ് ബീൻ ട്രാൻസ്ലൊക്കേറ്റഡ് ടു ദ നാഷണൽ പാർക്ക് വൈഡർ ദ IRV 2020 program. The Rhino Task Force designed the IRV 2020 program in 2005 with a target to attain a population of 3,000 rhinos over 7 of the protected areas by 2020. This was the 8th round of rhino translocation under the Indian Rhino Vision 2020. അപ്പോൾ ആസാം റിലേറ്റഡ് ന്യൂസ് ആയതുകൊണ്ട് നമുക്ക് ആസാമിൻ്റെ കുറച്ച് സ്റ്റാറ്റിക് GK നോക്കാം. ആസാമിൻ്റെ ക്യാപിറ്റലാണ് ദിസ്പൂർ. ആസാമിൻ്റെ ചീഫ് മിനിസ്റ്ററാണ് സർബാനന്ദ് സോനോവാൾ. ഗവർണറുടെ പേരാണ് ജഗദീഷ് മുഖി. പിന്നെ ദിബ്രു സൈക്കോവ നാഷണൽ പാർക്ക്, കാശിരംഗ നാഷണൽ പാർക്ക്, മാനസ് നാഷണൽ പാർക്ക്, നമേരി നാഷണൽ പാർക്ക്, ഇതൊക്കെ ആസാമിലത്തെ നാഷണൽ പാർക്കുകളുടെ പേരാണ്. പിന്നെ വൈൽഡ് ലൈഫ് സാങ്ച്വറീസിൻ്റെ പേര് ഞാൻ പറയാം. പൊബിത്തോറ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ബുരാ ചപ്പോരി വൈൽഡ് ലൈഫ് സാങ്ച്വറി, ചക്രശില വൈൽഡ് ലൈഫ് സാങ്ച്വറി, ലൗക്കോവ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഗരംപാനി വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഇതൊക്കെ ആസാമിലത്തെ വൈൽഡ് ലൈഫ് സാങ്ച്വറികളുടെ പേരാണ്. ഇനി അടുത്തതായിട്ട് ലാർജസ്റ്റ് റിവർ ഐലൻഡ് മാജൂലി, അത് ബ്രഹ്മപുത്ര റിവറിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതും ആസാമിൽ തന്നെയാണുള്ളത്. പിന്നെ അടുത്തത് 2 ടെമ്പിൾ ഉണ്ട്, കാമക്യ ടെമ്പിളും ശുക്രേശ്വർ ടെമ്പിളും, അത് രണ്ടും ആസാമിലാണുള്ളത്. പിന്നെ ലോകപ്രിയ ഗോപിനാഥ് ബോർഡോളോ ഇൻ്റർനാഷണൽ എയർപോർട്ട് അത് ആസാമിലാണുള്ളത്. ഇന്ദിരാഗാന്ധി അത്ലറ്റിക് സ്റ്റേഡിയം ആസാമിലാണുള്ളത്. അടുത്ത ന്യൂസ്, ഇന്ത്യ റാങ്ക്സ് 87th ഇൻ ഗ്ലോബൽ എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ്. അപ്പോൾ ഗ്ലോബൽ എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് 87th ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ ഹാസ് ബീൻ റാങ്ക്ഡ് 87th പൊസിഷൻ എമംഗ് 115 countries. അപ്പോൾ ടോട്ടൽ 115 countries ഇന്ത്യ 87th പൊസിഷനാണ് ഇൻ ദ എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് ദ ട്രാക്സ് നേഷൻസ് ഓൺ ദ കറണ്ട് പെർഫോമൻസ് ഓഫ് ദെയർ എനർജി സിസ്റ്റംസ്. അപ്പോൾ കറണ്ട് പെർഫോമൻസ് ഓഫ് എനർജി സിസ്റ്റംസ്, ഇപ്പോഴത്തെ എനർജി സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് ട്രാക്ക് ചെയ്യുന്നതാണ് ഈ ഒരു ഇൻഡെക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വീഡൻ ഈസ് ദ ഫസ്റ്റ് പൊസിഷൻ. സ്വീഡനാണ് ഫസ്റ്റ് പൊസിഷനിൽ, ഫോളോഡ് ബൈ നോർവേ ആൻഡ് ഡെൻമാർക്ക്. നോർവേയും ഡെൻമാർക്കും 2nd and 3rd പൊസിഷനാണ്. The report from the World Economic Forum has been prepared in collaboration with Accenture, also draws on insight from ETI. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇന്ത്യയുടെ റാങ്ക് 87th ആണ്. അതേപോലെ ചൈന 68th ആണ്. അതേപോലെ ഫസ്റ്റ് റാങ്ക് കിട്ടിയത് സ്വീഡനാണ്. നോർവേ, ഡെൻമാർക്ക് 2nd and 3rd. അപ്പോൾ ഇന്ത്യയുടെ റാങ്ക് എന്തായാലും ഓർത്ത് വയ്ക്കുക, 87th റാങ്കാണ്. ഫസ്റ്റ് സ്വീഡനുമാണ്. അപ്പോൾ നമുക്ക് അടുത്ത ന്യൂസിലേക്ക് കിടക്കാം. ആക്സെഞ്ചേഴ്സ് രേഖ മേനോൻ ടേക്സ് ഓവർ ആസ് ദ ഫസ്റ്റ് വുമൺ ചെയർപേഴ്സൺ ഓഫ് നാസ്കോം. അപ്പോൾ ആക്സെഞ്ചറിൻ്റെ രേഖ മേനോൻ ആദ്യത്തെ നാസ്കോമിൻ്റെ ഫസ്റ്റ് ചെയർപേഴ്സണായിട്ട് സ്ഥാനം ഏറ്റെടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആക്സെഞ്ചർ ഇന്ത്യാസ് ചെയർപേഴ്സൺ രേഖ M. മേനോൻ ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ചെയർപേഴ്സൺ ഓഫ് എ നാഷണൽ അസോസിയേഷൻ ഓഫ് എ സോഫ്റ്റ്വെയർ ആൻഡ് സർവീസസ് കമ്പനി, ബിക്കമിംഗ് ദ ഫസ്റ്റ് വുമൺ ടു ടേക്ക് ദ ടോപ്പ് റോൾ ഇൻ സോഫ്റ്റ്വെയർ ലോബി group's 30-year history. TCS President Krishnan Ramanujam will be the Vice Chairperson. She succeeds UB Praveen Rao, Chief Operating Officer of Infosys as a NASSCOM's Chairperson. അപ്പോൾ ആക്സെഞ്ചറിൻ്റെ രേഖ മേനോനാണ് ഫസ്റ്റ് വുമൺ ചെയർപേഴ്സൺ ഓഫ് നാസ്കോം ആയിട്ട്
ചാർജ് ഏറ്റെടുത്തത്. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് അടുത്ത ന്യൂസാണിത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ടു ക്യാൻസൽ ലൈസൻസ് ഓഫ് സമ്പന്ത് ഫിൻസർവ്. അപ്പോൾ സമ്പന്ത് ഫിൻസർവ് ഫിനാൻസ് സർവീസിൻ്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യാൻ RBI തീരുമാനിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. RBI has issued a show cause notice prior to cancelling the license of fraud hit Sambandh Finserve Private Limited after its net worth eroded below the regulatory minimum. അപ്പോൾ റെഗുലേറ്ററി മിനിമത്തിൻ്റെയും താഴെ പോയപ്പോഴാണ് ഈ ഒരു തീരുമാനം RBI എടുത്തത്. അപ്പോൾ ഷോ കോസ് നോട്ടീസ് അയച്ചു ക്യാൻസൽ ചെയ്യുന്നതിൻ്റെ മുമ്പേ സമ്പന്ത് ഫിൻസർവിന്. According to the RBI norms, NBFC is required to maintain a minimum capital levels consisting of Tier 1 and Tier 2 capital of not less than 15% of the aggregate risk-weighted assets. അപ്പോൾ weighted അസറ്റിൻ്റെ 15% കുറയാൻ പാടില്ല Tier 1 and Tier 2 പ്രകാരം. അപ്പോൾ അതിലും താഴെ പോയതുകൊണ്ടാണ് സമ്പന്ത് ഫിൻസർവിൻ്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യാൻ RBI തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് CEO ഓഫ് സമ്പന്ത് ഫിൻസർവ് ദീപക് കിൻഡോ ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിലേറ്റഡ് ന്യൂസ് ആയതുകൊണ്ട് നമുക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കുറച്ച് ഫാക്ട്സ് നോക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തത് 1 ഏപ്രിൽ 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈ, മഹാരാഷ്ട്രയിലത്തെ മുംബൈ ആണ്. പിന്നെ ഗവർണർ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ശക്തികാന്ത ദാസ് ആണ്. ഡെപ്യൂട്ടി ഗവർണേഴ്സ് ഇപ്പോൾ 4 സീറ്റാണ് ശരിക്കുള്ളത്. ഒരു സീറ്റ് ഇപ്പോൾ വേക്കൻ്റ് ആണ്. BP കനുങ്കോ റിസൈൻ ചെയ്തു. അപ്പോൾ ബാക്കി 3 സീറ്റ് നമുക്ക് ആരൊക്കെയാണെന്ന് നോക്കാം. മഹേഷ് കുമാർ ജെയിൻ, മൈക്കിൾ ദേബ്ബ്രാത്ത പത്ര, പിന്നെ M രാജേശ്വർ റാവു. ഇവർ 3 ആളുമാണ് ഇപ്പോഴത്തെ ഡെപ്യൂട്ടി ഗവർണേഴ്സ്. പിന്നെ RBIക്ക് 4 സബ്സിഡറികളാണുള്ളത്. അതായത് അതിലത്തെ ഒന്നാമത്തെയാണ് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ DICGC. പിന്നെ NHB എന്ന് വെച്ചാൽ നാഷണൽ ഹൗസിംഗ് ബാങ്ക്. പിന്നെ ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ പ്രൈവറ്റ് ലിമിറ്റഡ് BRB NMPL. പിന്നെ IFTAS. ഇഫ്താസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഫിനാൻഷ്യൽ ടെക്നോളജി ആൻഡ് അലൈഡ് സർവീസസ്. പിന്നെ ഇന്ത്യയിൽ ടോട്ടൽ 4 നോട്ട് പ്രിൻറ്റിംഗ് പ്രസ്സാണുള്ളത്. അതിലത്തെ 2 എണ്ണം RBIയുടെ കൺട്രോളിലാണ്, 2 എണ്ണം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് അത് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പം RBIയുടെ കൺട്രോളിലുള്ള 2 നോട്ട് പ്രിൻറ്റിംഗ് പ്രസ് നമുക്ക് നോക്കാം. മൈസൂർ കർണാടകയിലത്തെ മൈസൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നോട്ട് പ്രിൻറ്റിംഗ് പ്രസ് ഉണ്ട്. അതാണ് RBIയുടെ കൺട്രോളിലുള്ളത്. മറ്റൊരു RBIയുടെ കൺട്രോളിലുള്ള നോട്ട് പ്രിൻറ്റിംഗ് പ്രസ്സാണ് വെസ്റ്റ് ബംഗാളിലത്തെ സാൽബോണി എന്ന് പറയുന്ന സ്ഥലത്തെ നോട്ട് പ്രിൻറ്റിംഗ് പ്രസ് RBIയുടെ കൺട്രോളിലാണ്. പിന്നെ 2 നോട്ട് പ്രിൻറ്റിംഗ് പ്രസ് ഉള്ളത് മധ്യപ്രദേശിലെ ദേവാസിലും മഹാരാഷ്ട്രയിലെ നാഷിക്കിലുമാണ്. അത് രണ്ടും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കൺട്രോളിലാണ്. പിന്നെ ഈ കോയിൻസ് ഒക്കെ മിൻറ്റ് ചെയ്യുന്ന ഗവൺമെൻറ് മിൻസ് ഉണ്ട്. അത് കംപ്ലീറ്റ്ലി അണ്ടർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ്. ആ 4 ഗവൺമെൻറ് മിൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് മഹാരാഷ്ട്രയിലത്തെ മുംബൈ, പിന്നെ വെസ്റ്റ് ബംഗാളിലത്തെ കൊൽക്കത്ത, പിന്നെ ഹൈദരാബാദിലത്തെ തെലങ്കാന, പിന്നെ ഉത്തർപ്രദേശിലത്തെ നോയിഡ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ 4 മിൻറ്റുകൾ ഉള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത ന്യൂസിലേക്ക് കിടക്കാം. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ GC മുർമു സെലക്ടഡ് ആസ് എക്സ്റ്റേണൽ ഓഡിറ്റർ ഫോർ ഹേഗ് ബേസ്ഡ് OPCW. അപ്പോൾ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ GC മുർമുവിനെ എക്സ്റ്റേണൽ ഓഡിറ്റർ ജനറൽ ഫോർ ഹേഗ് ബേസ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ഫോർ ദ പ്രോഹിബിഷൻ ഓഫ് കെമിക്കൽ വെപ്പൺസിൻ്റെ എക്സ്റ്റേണൽ ഓഡിറ്ററായിട്ട് സെലക്ട് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യസ് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഹാസ് ബീൻ ചോസൺ ആസ് ദ എക്സ്റ്റേണൽ ഓഡിറ്റർ ബൈ ദ ഹേഗ് ബേസ്ഡ് കോൺഫറൻസ് ഓഫ് സ്റ്റേറ്റ് പാർട്ടീസ് ഓഫ് ഓർഗനൈസേഷൻ ഓഫ് ദ പ്രോഹിബിഷൻ ഓഫ് കെമിക്കൽ വെപ്പൺസ് ഫോർ എ 3-year ടേം. അപ്പോൾ 3 വർഷത്തെ ടേമിന് 3 വർഷമാണ് ആ ടേം ഉള്ളത്. അപ്പോൾ 2021 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2024 വരെ അതിൻ്റെ എക്സ്റ്റേണൽ ഓഡിറ്ററായിട്ട് ചാർജ് ഏറ്റെടുക്കും. അപ്പോൾ ഇന്ത്യ വാസ് ഓൾസോ സെലക്ടഡ് ആസ് ദ മെമ്പർ ഓഫ് ദ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഓഫ് ദ OPCW റെപ്രസെൻറ്റിംഗ് ഏഷ്യ ഗ്രൂപ്പ് ഫോർ അനദർ 2-year ടേം. അപ്പോൾ ഈ OPCW അതായത് ഓർഗനൈസേഷൻ ഫോർ ദ പ്രോഹിബിഷൻ ഓഫ് കെമിക്കൽ വെപ്പൺസിൻ്റെ കുറച്ച് ഫാക്ട്സ് നമുക്ക് നോക്കാം. അത് ഫൗണ്ട് ചെയ്തത് 29th April 1997 അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഹേഗ് നെതർലാൻഡ്സിലത്തെ ഹേഗിലാണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. പിന്നെ ഡയറക്ടർ ജനറൽ ഓർഗനൈസേഷൻ ഫോർ ദ പ്രോഹിബിഷൻ ഓഫ് കെമിക്കൽ വെപ്പൺസിൻ്റെ ഡയറക്ടർ ജനറൽ ഫെർണാണ്ടോ ഏരിയാസ് ആണ് അതിൻ്റെ ഡയറക്ടർ ജനറൽ. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം ഒരു ന്യൂസ് ഞാൻ മിസ് ചെയ്തിട്ടില്ല, എല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ സ്റ്റാറ്റിക് GK കൂടി ഞാൻ അതിൻ്റെ കവർ ചെയ്തിട്ടുണ്ട്. ഒരുവിധം എല്ലാ ന്യൂസിൻ്റെയും അസോസിയേറ്റ് ചെയ്തുകൊണ്ട് സ്റ്റാറ്റിക് GK കൂടി ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് റെഗുലറായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വേറൊരു സ്റ്റാറ്റിക് GK സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. കാരണം ഞാൻ ഒരുവിധം സ്റ്റാറ്റിക് GK ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒരുവിധമല്ല, എല്ലാ സ്റ്റാറ്റിക് GKയും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ
അപ്പോൾ നിങ്ങൾ എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ താങ്ക് യു എവരി വൺ. താങ്ക് യു.